ഹായ് ഹലോ, നമുക്കിന്നൊരു കോക്കനട്ട് റൈസിൻ്റെ റെസിപ്പി ആയാലോ? അതിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു ബീഫ് കറീൻ്റെ റെസിപ്പി കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 നാഴി അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് കഴുകി അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു കപ്പോളം ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. ഇനി അരമുറി തേങ്ങ കൂടി ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വലിയ ജീരകം ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇനി മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് ഒന്ന് തിരുമ്മിയെടുക്കണം കേട്ടോ. ആ തേങ്ങയിലുള്ള പാലൊക്കെ ഒന്ന് ഇറങ്ങുന്ന രീതിയിൽ വേണം ഒന്ന് കൈ വെച്ച് തിരുമ്മിയെടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അതൊന്ന് വെന്ത് കിട്ടാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ 2 ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ദാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്കതൊന്ന് തിളച്ച് കിട്ടും. ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ പിന്നെ അതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണം. ഇനി അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫ് കറി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ഒരു കുക്കർ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്ത് ഉലുവ ഒന്ന് പൊട്ടി വന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് അതിലേക്ക് 1.5 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി മസാലയിലുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പിട്ടതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇനി നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.